Hello friends, welcome to my YouTube channel Haru and Tanu. തേങ്ങയുടെ മുകളിൽ കാണുന്ന ക്യാപ്പ് കൊണ്ട് അതിമനോഹരമായിട്ടുള്ള ഒരു ഹാങ്ങിങ് ഹോം ഡെക്കോർ ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത്. അതിനായിട്ട് കുറച്ച് തേങ്ങയുടെ ക്യാപ്സ് ഞാൻ ഇവിടെ കളക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിന്റെ മുകളിലേക്കുള്ള ചെറിയ കമ്പ് ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ ദേ ഇതുപോലെ ഒരു കത്തി ഉപയോഗിച്ചിട്ടാണ് ഈ മുകളിലേക്കുള്ള കമ്പ് ഞാൻ മുറിച്ചെടുത്തേക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നല്ല പൂവിൻ്റെ ഷേപ്പിൽ നമുക്കിത് കാണാൻ സാധിക്കും. ഇങ്ങനെയുള്ള 20ഓളം ക്യാപ്സ് ഞാനിവിടെ കളക്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ വർക്ക് ചെയ്യുന്നതിന് മുൻപായിട്ട് ഒരു ന്യൂസ് പേപ്പർ വിരിച്ചിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് വർക്ക് ചെയ്യാൻ തുടങ്ങാം. ഇത് തമ്മിൽ കൂട്ടിക്കെട്ടാനായിട്ട് നല്ല തിന്നായിട്ടുള്ള ഒരു കമ്പിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു കമ്പി ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് കട്ടിയുള്ള ത്രെഡ് യൂസ് ചെയ്താലും മതി. ഏതായാലും ഈ ഒരു തിൻ വയർ ഉപയോഗിച്ച് നമുക്കിത് തമ്മിൽ കൂട്ടിക്കെട്ടാം. അഴിഞ്ഞു പോകാത്ത രീതിയിൽ നല്ല സ്ട്രോങ് ആയിട്ട് വേണം നമ്മളിത് കെട്ടിയെടുക്കാനായിട്ട്. ആദ്യം തന്നെ 2 കോക്കനട്ട് ക്യാപ്സ് എടുത്തിട്ട് ഞാൻ ഇതുപോലെ കെട്ടിക്കൊടുക്കുകയാണ്. നല്ല സ്ട്രോങ് ആയിട്ട് ഞാൻ ഒരു വയർ ഉപയോഗിച്ച് ഇതുപോലെ കെട്ടിക്കൊടുക്കുകയാണ്. ഇനി നമുക്ക് കൂടുതൽ ക്യാപ്സ് ഇതുപോലെ നല്ല ടൈറ്റായിട്ട് അതിലേക്ക് കെട്ടിക്കൊടുക്കാം. ഇവിടെ കണ്ടോ വയർ 2ഓ 3ഓ ഇഴ എടുത്തിട്ട് നല്ല ടൈറ്റായിട്ടാണ് നമ്മൾ കെട്ടിക്കൊടുത്തേക്കുന്നത്. അങ്ങനെ നല്ല നീളത്തിൽ നമ്മളിത് കെട്ടിയെടുത്തിട്ടുണ്ട്. 2-3 ക്യാപ്സ് നമുക്ക് ഇതിൻ്റെ പുറകിലായിട്ട് കെട്ടിക്കൊടുക്കാം. അങ്ങനെ തേങ്ങയുടെ ക്യാപ്സ് ഒക്കെ തന്നെ നമ്മൾ ഇതുപോലെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ തുടങ്ങാം. പെയിൻറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ യെല്ലോയും ഗ്രീനുമാണ് യൂസ് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമുള്ള കളറ് ഇതിനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഇമൽഷൻ പെയിൻ്റ് ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അക്രലിക് പെയിൻറ്റ് യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ അത് കുറച്ച് കൂടുതൽ നമുക്ക് വേണ്ടി വരും. ഇതാകുമ്പോൾ ഒറ്റ കോട്ടടിക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ട് കാണാൻ സാധിക്കും. അങ്ങനെ ഞാനിവിടെ ഫ്ലവേഴ്സിനൊക്കെ യെല്ലോ കളറാണ് കൊടുത്തേക്കുന്നത്. സ്റ്റെംസിനൊക്കെ ഗ്രീനുമാണ് കൊടുത്തേക്കുന്നത്. 2 കോട്ട് പെയിൻറ്റ് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ കോട്ട് അടിച്ചതിന് ശേഷം അത് നല്ലവണ്ണം ഉണങ്ങിയതിന് ശേഷം മാത്രം രണ്ടാമത്തെ കോട്ട് കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു ഫ്ലവറിൻ്റെ നടുക്കായിട്ട് ഞാൻ റെഡ് അക്രലിക് പെയിൻറ്റ് കൊണ്ട് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് കാണുന്നവർക്ക് ഇപ്പോൾ തോന്നുന്നുണ്ടാകും നമ്മളിവിടെ തേങ്ങയുടെ ക്യാപ്പൊക്കെയാണ് യൂസ് ചെയ്യുന്നത്, അപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ഇത് ദ്രവിച്ചു പോകാനുള്ള ചാൻസ് ഇല്ലേ എന്നുള്ളത്. അങ്ങനെ ദ്രവിച്ചൊന്നും പോകില്ല. നമ്മളിവിടെ പെയിൻറ്റ് അടിച്ചിട്ടാണ് സൂക്ഷിക്കുന്നത്. അപ്പോൾ അങ്ങനെ ദ്രവിച്ചൊന്നും പോകില്ല. കുറേ നാൾ നമുക്കൊരു വാൾ ഹാങ്ങിങ് ഒക്കെ ആയിട്ട് വീട്ടിൽ ഇടാൻ സാധിക്കും. കണ്ടോ ഇങ്ങനെ നല്ല ഭംഗിയായിട്ട് നമുക്കിത് പെയിൻറ്റ് ചെയ്ത് എടുക്കാനായിട്ട് സാധിക്കും. ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഞാനിത് പെയിൻറ്റ് ചെയ്ത് എടുക്കുന്നത്. വാട്ടർ സോൾബിൾ ആയിട്ടുള്ള പെയിൻ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബ്രഷ് ഒന്ന് വെള്ളത്തിൽ കഴുകിയെടുത്താൽ മാത്രം മതി, നല്ല ക്ലീൻ ആയിട്ട് കിട്ടും. അതല്ല വാട്ടർ സോൾബിൾ അല്ലാത്ത പെയിൻ്റാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ തിന്നറിലോ അഥവാ മണ്ണെണ്ണയിലോ കുറച്ച് നേരം ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഡ്രൈ ആയിട്ടുള്ള ഒരു തുണി ഉപയോഗിച്ച് ഒന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി. അങ്ങനെയാണ് നമുക്ക് ബ്രഷ് ക്ലീൻ ചെയ്തെടുക്കുന്നത്. ഈ ഫ്ലവറിൻ്റെ പുറകിലും നമുക്ക് യെല്ലോ കളർ അടിച്ചു കൊടുക്കാം. എന്നിട്ട് സ്റ്റെംസിലും ഗ്രീൻ അടിച്ചിട്ട് ഇത് ഉണങ്ങാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഉണങ്ങിയതിന് ശേഷം നമുക്ക് സെക്കൻഡ് കോട്ട് അടിച്ചു കൊടുക്കാവുന്നതാണ്. അങ്ങനെ പെയിൻറ്റിങ് നമ്മുടെ ഇവിടെ തീർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യാം. നടുക്ക് ഞാൻ കൊടുത്തേക്കുന്ന റെഡ് അക്രലിക് റെഡ് കളറാണ്. ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം ഒരു ഹാങ്ങിങ് ആയിട്ട് നമുക്കിത് ഇതുപോലെ തൂക്കിയിടാം. ഞാനൊരു കേർട്ടൻ്റെ അടുത്താണ് തൂക്കിയിട്ടേക്കുന്നത്. ഇത് ഒരുമിച്ച് കെട്ടാൻ ഉപയോഗിച്ച അതേ ഒരു തിൻ വയർ ഉപയോഗിച്ചിട്ടാണ് ഞാനിത് ഹാങ് ചെയ്തേക്കുന്നത്. നിങ്ങൾ ക്യാപ്സ് ഒരുമിച്ച് കെട്ടാൻ ഉപയോഗിക്കുന്ന അതേ ത്രെഡ് ഉപയോഗിച്ചും നമുക്ക് ഇതുപോലെ തന്നെ ഇത് ഹാങ് ചെയ്യാവുന്നതാണ്. അങ്ങനെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ഹോം ഡെക്കോർ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻസിൽ പറയണം. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. കീപ് വാച്ചിങ്. ഹരു ആൻഡ് തനു. ബൈ.